നമസ്കാരം. ജാതി രാഷ്ട്രീയം പ്രോത്സാഹിപ്പിച്ച് വർഗീയതയ്ക്ക് മുതൽക്കൂട്ടാക്കുന്ന RSS അമിത്ഷാ തന്ത്രത്തിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളി നടേശൻ. കേരള തൊഗാഡിയയാകാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. RSSന്റെ നാക്ക് വാടകയ്ക്കെടുത്ത് സംസാരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. പന്തി ഭോജനത്തെ അനുകൂലിച്ചുകൊണ്ട് വർഗീയ സ്വാമിയാകുന്ന വെള്ളാപ്പള്ളി നടേശനാണോ ശ്രീനാരായണ ഗുരുവിന് പകരക്കാരനാകേണ്ടത്? ഇതെല്ലാം പറഞ്ഞത് കവർ സ്റ്റോറിയല്ല, പിണറായി വിജയനാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നു SNDP യോഗത്തിന്റെ ആദ്യ അധ്യക്ഷനായിരുന്ന മഹാകവി കുമാരനാശാന് നേടാനാകാത്തത് വെള്ളാപ്പള്ളി നടേശൻ സാധ്യമാക്കിയിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു മികച്ച വാഗ്മിയാണ്, അദ്ദേഹത്തിന്റെ നാക്കിൽ സരസ്വതി വിളയാടുകയാണ് എന്നാണ് പിണറായി വിജയൻ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്താണ് എന്നൊന്നും ഇപ്പോൾ പിണറായി വിജയൻ ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവില്ല. ഈ ഡിജിറ്റൽ കാലത്ത് അതെല്ലാം പക്ഷേ നമ്മുടെ മുന്നിലുണ്ട്, നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നുമുണ്ട്. അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതി രാഷ്ട്രീയത്തിലുണ്ട് എന്ന ആരോപണം പലപ്പോഴും നാം കേൾക്കാറുണ്ട്. പക്ഷേ ജാതി സ്പർദ്ധ, മതസ്പർദ്ധ ഇത്ര പ്രകടമായി വിളിച്ചു പറയുന്ന ഒരാളെ അതെല്ലാം അപ്പച്ചന്റെ ഒരു തമാശ എന്ന മട്ടിൽ ന്യായീകരിക്കുന്നത് പിണറായി വിജയനെ പോലെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഒരു നേതാവിന് ഒട്ടും ചേർന്നതല്ല. പൊതുവികാരം മനസ്സിലാക്കാനുള്ള കഴിവ് രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് എന്നാണ് നമ്മുടെ സങ്കല്പം. പൊതുജനങ്ങളുടെ അംഗീകാരം, പൊതുസമ്മതി എന്നതൊക്കെ രാഷ്ട്രീയക്കാർ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പിണറായി വിജയൻ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ്. ആരെന്ത് വിചാരിച്ചാലും അദ്ദേഹത്തിനൊന്നുമില്ല. യു-ടേൺ അടിച്ചാലും അതിലാളുകൾ പരിഹസിച്ചാലും കൺമുന്നിൽ നിൽക്കുന്ന ആനയെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് പിണറായി വിജയൻ. ഇതര മതവിരുദ്ധതയൊക്കെ ഒരാളുടെ വാഗ്വിലാസമാണ്, പറഞ്ഞയാൾ ശരിയും കേട്ടവർ തെറ്റുമാണ് എന്ന് പറയാൻ പിണറായി വിജയൻ അല്ലാതെ ഈ ഭൂമി മലയാളത്തിൽ മറ്റാർക്കും പറ്റില്ല. അതുകൊണ്ടാണ് മലപ്പുറത്തു ചെന്ന് മുസ്ലിം വിരുദ്ധത പറഞ്ഞ് വിവാദമുണ്ടാക്കിയതിന് പിന്നാലെ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെല്ലാം കൊള്ളാം എന്ന് പറയുന്നത്. പഴയ വിജയൻ അല്ല പുതിയ വിജയൻ എന്ന് പിണറായി വിജയൻ തന്നെ സ്വയം പറഞ്ഞത് വെറുതെയുമല്ല. മതേതര സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശന് സിന്ദാബാദ് വിളിച്ചാൽ പിണറായി വിജയൻ ഉദ്ദേശിച്ച പിന്തുണ ഈഴവ സമുദായം CPM-ന് നൽകുമോ? കണ്ടറിയണം കോശി. ഇക്കഴിഞ്ഞ ലോക്സഭാ കാലത്ത് പിണറായി വിജയൻ ഇതുപോലെ ആവലാതിപ്പെട്ടത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഓർത്താണ്. മറ്റു വിഷയങ്ങളൊന്നും കാര്യമായി പറയാതെ വലിയ രീതിയിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും പ്രത്യുപകാരമൊന്നും വോട്ടായി CPM-ന് കിട്ടിയില്ല. വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഗുണപ്പെട്ടില്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റി SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ചാരി ന്യൂനപക്ഷ പ്രീണനം അങ്ങ് അവസാനിപ്പിച്ചു. ഇപ്പുറത്തേക്ക് തിരിഞ്ഞു. പിന്നാലെ 2024 സെപ്റ്റംബറിൽ ദ ഹിന്ദു പത്രത്തിൽ ദില്ലിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രത്യേക അഭിമുഖം വന്നിരുന്നു. മലപ്പുറത്തു നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഹവാലപ്പണം പിടിച്ചെടുത്തെന്നും സ്വർണ്ണക്കടത്ത് മലപ്പുറത്ത് കൂടുതലാണെന്നും ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുമൊക്കെ പിണറായി വിജയൻ പറഞ്ഞതായാണ് ദ ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ വന്നത്. RSSന്റെ വാക്കുകൾ പിണറായി വിജയന്റെ വായിലൂടെ എന്ന വലിയ വിവാദം വലിയ കാര്യമായി തന്നെ കേരളത്തിൽ ചർച്ചയായതോടെ അതിന് വിശദീകരണമായി തിരുത്തായി. PR ഏജൻസിയാണ് പിണറായി വിജയന്റെ അഭിമുഖം എടുക്കാമോ എന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചത് എന്നും ആ PR ഏജൻസിയാണ് ചില വരികൾ കൂട്ടിച്ചേർത്തത് എന്നും അത് ശരിയായില്ലെന്ന് മനസ്സിലാക്കുന്നതായും ദ ഹിന്ദു പത്രം പിന്നീട് വിവാദങ്ങൾക്കൊടുവിൽ വിശദീകരിച്ചു. PR ഏജൻസി ഒന്നും തനിക്ക് ഇല്ല, അങ്ങനെയൊന്നുമല്ല ആ അഭിമുഖം വന്നത് എന്ന് പിണറായി വിജയൻ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് വഷളായി പോകുന്ന കാഴ്ചയും നാം കണ്ടു. ഹിന്ദു പത്രം ഞാൻ ഡൽഹിയിലുള്ളപ്പോ എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. ആ ഇന്റർവ്യൂവില് ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നിലവന്നു. ഹിന്ദു നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ, മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ്. അപ്പൊ അവർക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാനിടയായത്? നിങ്ങൾ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ വിശദീകരണം നൽകണം എന്ന് ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ്. കൃത്യമായി ഞാനത് കണ്ടിട്ടില്ല, എങ്കിലും ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിയതാണ് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിനെതിരെയോ പ്രത്യേക ജില്ലക്കെതിരെയോ
നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയോ എന്റെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പറയാറുണ്ട്. അത് തെറ്റായ കാര്യങ്ങൾക്കെതിരെ. ഇപ്പൊ വർഗീയ ശക്തികൾ, വർഗീയത, അതിന് ശക്തമായി തന്നെ എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട്. കേസെടുക്കത്തക്കതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെതിരെയും കേസെടുക്കും എന്ന് പലതവണ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തെ പറ്റി ഇത്ര മോശമായ പരാമർശം പിണറായി വിജയൻ പറഞ്ഞു എന്ന മട്ടിൽ വ്യാഖ്യാനിച്ച് പത്രത്തിലൂടെ അച്ചടിച്ചു വരുത്തിയ ആ PR ഏജൻസിക്കെതിരെ സർക്കാർ എന്തു കേസാണ് എടുത്തത്? എന്ത് നിയമ നടപടിയാണ് അക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചത്? മതസ്പർദ്ധ വളർത്തൽ മുതൽ ക്രിമിനൽ ഗൂഢാലോചന വരെ മാനഹാനി അടക്കം നിരവധി വകുപ്പുകൾ ചുമത്തി കേസെടുക്കാവുന്ന സാഹചര്യം സർക്കാരിനും പിണറായി വിജയനും മുന്നിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തി സർക്കാരിന്റെ പ്രതിച്ഛായയിൽ കരിവാരിത്തേക്കാൻ ശ്രമിച്ചു എന്നെല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ P ശശിക്കും MR അജിത് കുമാറിനുമൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ ഒരു വിരൽ ഞൊടിക്കാൻ പോലും ഇവരാരും തയ്യാറായില്ല. അങ്ങനെ മുഖ്യമന്ത്രി മലപ്പുറത്തെ പറ്റി അത്തരമൊരു പരാമർശം നടത്തി എന്നുമായി, അത് പിന്നെ തിരുത്തി എന്നുമായി. എങ്ങനെയുണ്ട് ബുദ്ധി? ഇതേ പിണറായി വിജയനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിപ്പാടുന്നതും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നതും. നമുക്ക് വെള്ളാപ്പള്ളി പറഞ്ഞത് വ്യക്തമായി ആദ്യം കേൾക്കാം. നിങ്ങളുടെ പ്രത്യേക ഒരു രാജ്യത്തിനിടയിൽ മറ്റൊരു പറയാൻ ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്തു പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മഞ്ചേരി ഉള്ളതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചു പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരം ലഭിക്കും. ഈ കേട്ടത് മനസ്സിലാക്കാൻ പിണറായി വിജയന്റെ വ്യാഖ്യാനത്തിന്റെ സഹായമൊന്നും ആർക്കും വേണ്ടിവരില്ല. നല്ല കൃത്യവും വ്യക്തവുമായി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്തിന്റെ ദേശവിരുദ്ധത എന്ന വാക്കുകൾ തന്റെ പേരിൽ വന്നിട്ടും, അതും ഒരു ദേശീയ ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടും ഒരു നിയമ നടപടിയും എടുക്കാതിരുന്ന പിണറായി വിജയൻ ഇത്തവണയും വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധത സരസ്വതി വിലാസമായാണ് വ്യാഖ്യാനിക്കുന്നത്. ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണും. അതിലൊരു പ്രത്യേകമായ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ